എല്ലാവർക്കും നമസ്കാരം. ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാക്കിർ ഹുസൈൻ. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ടെലഗ്രാം ചാനൽ ഹാക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ എങ്ങനെ ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ ആളുകളുണ്ടെങ്കിലാണ് നമുക്കും ഒരു ട്രേഡ് എടുക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ ട്രേഡൊന്നും എടുത്തില്ല. നമ്മുടെ പേഡ് ഗ്രൂപ്പിൽ 160 പേരുണ്ടായിരുന്നത് ഇപ്പോൾ 30 പേര് അങ്ങേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ട്രേഡും പിന്നെ മാർക്കറ്റും വലിയ ഒരു സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കമൻറ്റുകൾ കണ്ടത്, കാശ് വാങ്ങിയില്ലേ, ഇനി കാണില്ല എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഏതായിരുന്നാലും നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് 1200 പോയിൻ്റ് ഡൗണിലുണ്ടായിരുന്നതാണ്. അത് പിന്നീട് റിക്കവർ മോഡിലേക്ക് വരുന്നത് കണ്ടു. പലരുടെയും പോർട്ട്ഫോളിയോ 4-5% ഒക്കെ ഇടിഞ്ഞിട്ടുണ്ടാവും. മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോ കൂടെ ഒന്ന് പരിശോധിക്കണ്ടേ. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു, അതിൽ ശരി ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്തതിൽ ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് അത് ചെക്ക് ചെയ്തത്. അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 3 സ്പെല്ലിംഗ് ഉണ്ടായിരുന്നില്ല. ശരി, അതിന് തൊട്ടുമുമ്പുള്ള വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി വരാമായിരുന്നു. ഓക്കെ, ഏതായിരുന്നാലും വിമർശിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അത്രത്തോളം ഇത്രയും 5000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ജനറൽ ചാനൽ പോയി, മനസ്സിലായില്ലേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് എന്നുള്ള ഒരു കമ്പമേ ഇല്ലാതായിപ്പോയി. കാരണം നമ്മൾ ഈ കൂടുതൽ ആളുകളോട് ഇങ്ങനെ സംവദിച്ചിട്ട് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയായിരുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ പോയി ഇപ്പോൾ ട്രേഡ് എടുക്കാനും മാർക്കറ്റും മൊത്തത്തിൽ ഇങ്ങനെ ഒരു വ്യാകുലചിത്തനായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് ഞാൻ കണ്ടത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ താഴെ ലിങ്ക് ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞാനുമായി ബന്ധപ്പെടാമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത്, പോർട്ട്ഫോളിയോ പലരുടെയും നെഗറ്റീവിലായിരിക്കും. ഇപ്പോൾ 4-5 പോയിൻ്റൊക്കെ 4-5% റെഡിലായിരിക്കും. ഏതായിരുന്നാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സ്ലൈറ്റ്ലി റിക്കവറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗ്ലോബൽ ലെവലിൽ എല്ലാ മാർക്കറ്റുകളും, ഈ പരസ്യം വേറെ എല്ലാ മാർക്കറ്റുകളും വളരെയധികം ഇടിഞ്ഞു. ഡോ ജോൺസ് ആണെങ്കിൽ ശരി, ഏഷ്യൻ മാർക്കറ്റ്സ് ആണെങ്കിൽ ഈ അമേരിക്കയുടെ പ്രധാനപ്പെട്ട 3 ഇൻഡെക്സുകളാണ് ഡോ ജോൺസ്, S&P, നാസ്ഡാക്ക്. ഇതെല്ലാം തന്നെ വളരെയധികം, ഇത് ഇന്നത്തെ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. 1200 ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1200-ഉം 1500-ഉം പോയിൻറ്റുകളൊക്കെ ഡൗണിലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ, അതായത് മറ്റുള്ള വേൾഡ് ലെവലിലുള്ള മാർക്കറ്റുകൾ മുഴുവൻ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും താഴത്തേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് നേരെ വിപരീതമായിട്ടാണ്. താഴെ ഇന്ന് വളരെ ഒരു 1000-1200 പോയിൻ്റ് താഴെ ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി പിന്നെ കുറച്ച് നേരം ഒരു കൺസോൾട്ടേഷനായി. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് റിക്കവർ, പ്രത്യേകിച്ചും 22,000-ന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണത്. ചൈന, ജപ്പാൻ തുടങ്ങിയ എല്ലാ മാർക്കറ്റുകളും ഡൗണിലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ലോ ടു ഹൈയിൽ, അതായത് ലോവിൽ നിന്ന് ഹൈയിലേക്ക് റിക്കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് കുറച്ച് ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഏപ്രിൽ 2 നമ്മുടെ ട്രംപ് മഹാരാജാവ് പ്രഖ്യാപിച്ച ആ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ആ താരിഫ് പ്രഖ്യാപിച്ച ശേഷം മാർക്കറ്റുകൾ ഇത്രത്തോളം താഴത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചൈനക്കാരൻ വെറുതെ വിട്ടില്ല. മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ കുറച്ച് മിണ്ടാതിരുന്നു. പക്ഷേ ചൈനക്കാരൻ എന്ത് ചെയ്തു, അവർക്ക് ആൾറെഡി ഒരു 20% പ്രഖ്യാപിച്ചിരുന്നു. അതിന് പുറമേ 34 കൂടെ ആയപ്പോൾ 54-ലേക്ക് വന്നു. ചൈനയ്ക്ക് അത് തീരെ പിടിച്ചില്ല എന്ന് തോന്നുന്നു. ചൈന പിറ്റേ ദിവസം, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3:30 മണി വരെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവർ യാതൊരു സ്റ്റേറ്റ്മെൻറ്റും അവർ കൊടുത്തിരുന്നില്ല. രാത്രിയാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്, ഞങ്ങളും തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയും 1997-ലാണ് ഇതിനു മുമ്പ് ഇടിഞ്ഞത്. അത്രത്തോളം ചൈന വീണ്ടും താഴത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ ഞാൻ കൂടുതൽ, അതായത് ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ടൈം 8:20 അപ്പോൾ നമുക്ക് വിശദമായിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഇന്ന് തീരെ മൂടുമുണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ മെസ്സേജാണ് എന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ, ഏതായിരുന്നാലും ലാസ്റ്റ് ഫ്രൈഡേ
ഡോ ജോൺസ് അതേപോലെ ഡോ ജോൺസ് 5% ഇടിഞ്ഞു. അതേപോലെ നാസ്ഡാക്ക് 5.5 ഇടിഞ്ഞു. S&P 6% ഇടിഞ്ഞു. അപ്പോൾ ഇത്രത്തോളം US മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ US മാർക്കറ്റിൽ നാസ്ഡാക്കിലൊക്കെ രജിസ്റ്റർ ചെയ്ത ഹൈ വെയിറ്റേജ് സ്റ്റോക്കുകൾ എല്ലാം തന്നെ 4-5% ഇടിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ടെസ്ല തുടങ്ങി മേസാൻ തുടങ്ങി എല്ലാ സ്റ്റോക്കുകളും നല്ല ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ US വിക്സ് 50% ഉയർന്ന് 45 ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇന്ത്യ വിക്സ് ഇപ്പോൾ 22.79 9% ഇന്ന് കൂടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം അതായത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു ആശ്വസിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഈ റിക്കവർ മോഡ് എന്നുള്ളത് തന്നെയാണ്.